പുതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ പ്രസിദ്ധമായ ഗവൺമെന്റ് ബോട്ടാണിക്കൽ ഗാർഡന് മുന്നിലാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. മുതിർന്നവർക്ക് 100 രൂപയും അകത്ത് വീഡിയോ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായി 100 രൂപയുടെ എക്സ്ട്രാ ടിക്കറ്റ് കൂടി വാങ്ങി വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ 400 രൂപയുടെ ടിക്കറ്റ് വാങ്ങി ഞങ്ങൾ 3 പേരും കൂടി അകത്തേക്ക് കടന്നു. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയോടടുത്തിരിക്കുന്നു. സാമാന്യം നല്ല തിരക്കുണ്ട്. ഉദകമണ്ഡലം അല്ലെങ്കിൽ ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏതാണ്ട് അടുത്തു തന്നെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക്. ബോട്ടാണിക്കൽ ഗാർഡൻ അടുത്തുള്ള ചേരിംഗ് ക്രോസ് സിഗ്നലിനടുത്താണ് ഞങ്ങൾ ഹോട്ടൽ റൂം എടുത്തിരുന്നത്. ഹോട്ടലിൽ നിന്നും നടന്നു വരാനുള്ള ദൂരമേയുള്ളൂ ഇവിടേക്ക്. ഊട്ടിയിലെ ഏറ്റവും വലിയ ചിലവായി തോന്നിയത് ടാക്സി കൂലിയാണ്. 2 കിലോമീറ്റർ ദൂരത്തിന് പോലും ഓട്ടോക്കാർ ചോദിക്കുന്നത് 150 രൂപയാണ്. എന്നാൽ കുറച്ചൊരു മുന്നൊരുക്കത്തോടു കൂടി വരികയാണെങ്കിൽ ഊട്ടിയിലെ മിക്ക ടൂറിസ്റ്റ് പ്ലേസുകളും ഗവൺമെന്റ് ബസ്സുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യാവുന്നതാണ്. സർക്കാർ ബസ്സുകളുടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു ആകർഷണം സ്ത്രീകൾക്ക് ടിക്കറ്റ് ചാർജ് കൊടുക്കേണ്ടതില്ല എന്നതാണ്. പ്രൈവറ്റ് വാഹനങ്ങളിലല്ലാതെ ഊട്ടി കാണാൻ എത്തുന്നവർക്ക് അതുകൊണ്ട് തന്നെ ഈ സൗകര്യങ്ങളെല്ലാം പരിധികളില്ലാതെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ബോട്ടാണിക്കൽ ഗാർഡനിലെ പ്രസിദ്ധമായ കണ്ണാടി മാളിക അഥവാ ഗ്ലാസ് ഹൗസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നിരവധി സിനിമകൾക്ക് കാരണമായി തീർന്ന ഒരിടം കൂടിയാണ് വിവിധയിനം പൂച്ചെടികൾ നിറഞ്ഞ ഈ ഗ്ലാസ് ഹൗസ്. ബോട്ടാണിക്കൽ ഗാർഡനിലെ ഈ ഗ്ലാസ് ഹൗസിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ചെടികളാണ് ഇതിൽ വച്ചിരിക്കുന്നത്. അതിന്റെ കാരണം ഊട്ടിയിൽ ചില സമയങ്ങളിൽ ടെമ്പറേച്ചർ -ഡിഗ്രിയിലേക്കും മറ്റു ചിലപ്പോൾ നല്ല വെയിലുള്ള കാലാവസ്ഥകളിലേക്കും മാറി മറിയാറുണ്ട്. ആയതിനാൽ അത്തരം വ്യതിയാനങ്ങളെ അല്ലെങ്കിൽ മാറ്റങ്ങളെ ചെടികൾ അതിജീവിക്കുന്നതിനു കൂടിയാണ് സ്ഥിരമായി ഒരേ ടെമ്പറേച്ചറിൽ ഈ ചെടികൾ കണ്ണാടി മാളികയിൽ സംരക്ഷിക്കപ്പെടുന്നത്.
ഗ്ലാസ് ഹൗസിലെ കാഴ്ചകളിൽ നിന്നും നമ്മൾ ഇനി പുറത്തെ കാഴ്ചകളിലേക്ക് പോകുകയാണ്. ഏകദേശം 55 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ബോട്ടാണിക്കൽ ഗാർഡൻ. പണ്ടിത് പഴങ്ങളും പച്ചക്കറികളും വിളഞ്ഞിരുന്ന സ്ഥലമായിരുന്നെന്നും ഇന്നത്തെ കാഴ്ചകളിലേക്ക് കാലാന്തരത്തിൽ ഇവിടം മാറ്റപ്പെടുത്തുകയായിരുന്നെന്നും ചരിത്രം പറയുന്നു. നിങ്ങൾ ഊട്ടി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് ബോട്ടാണിക്കൽ ഗാർഡൻ. മനോഹരമായ പൂച്ചെടികളും പുൽത്തകിടികളും മരങ്ങളും കൊണ്ട് മനോഹരമായ ഇവിടം തീർച്ചയായും കുടുംബത്തോടൊപ്പമോ അല്ലാതെയോ ചിലവഴിക്കാൻ പറ്റിയ ഒരിടമാണ്. കുട്ടികൾക്ക് ഓടിക്കളിച്ച് നടക്കാൻ ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ സമയം വൈകുന്നേരം 6 മണിയോടടുത്തിരിക്കുന്നു. സീസൺ ആയിട്ടില്ലെങ്കിലും തണുപ്പ് ശക്തമായിട്ടുണ്ട്. ഊട്ടിയിൽ സീസൺ ആരംഭിച്ച് അവസാനിക്കുന്നത് ഒക്ടോബർ ടു ജൂൺ കാലയളവിലാണ്. ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്നത് ഈ സമയങ്ങളിലാണ്. ഗാർഡനിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒരു സെറ്റർ വാങ്ങണം. ഞങ്ങളിപ്പോൾ അതായത് സെപ്റ്റംബർ മാസത്തിലാണ് ഊട്ടി ചുറ്റിക്കാണുന്നത്. ജൂൺ ടു സെപ്റ്റംബർ മൺസൂൺ സമയമാണ്. ഭാഗ്യത്തിന് ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. ഊട്ടിയിൽ ഏറ്റവും കുറഞ്ഞ ഓഫറുകൾക്ക് ഹോട്ടൽ റൂമുകളും മറ്റും കിട്ടുന്ന ഒരു സമയം കൂടിയാണ് മൺസൂൺ സീസൺ. തിരക്കും നന്നേ കുറവായിരിക്കും. ചുരുക്കത്തിൽ മഴ വില്ലനായില്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി കാഴ്ചകൾ കാണാൻ പറ്റിയ സമയമാണ് ജൂൺ ടു സെപ്റ്റംബർ. സെറ്ററൊക്കെ വാങ്ങി ചേരിംഗ് ക്രോസ് സിഗ്നലിലെത്തി. ഇനി ഭക്ഷണം കഴിക്കണം. ശേഷം രാത്രി കാഴ്ചകളിലൂടെ കുറെ കൂടെ ചുറ്റിക്കറങ്ങി ഹോട്ടലിലേക്ക് മടങ്ങണം. ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പുതുജാലകത്തിൻ്റെ നന്ദി, നല്ല നമസ്കാരം.